ഇറാനുമായി കരാറിലെത്താതെ യുദ്ധം അവസാനിപ്പിച്ചാൽ അത് ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുക ഗൾഫ് രാജ്യങ്ങളെയായിരിക്കും. ഹോർമുസിലൂടെ എണ്ണ കടത്തേണ്ടവർ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുകയെന്ന പ്രസ്താവന യഥാർത്ഥത്തിൽ ഞെട്ടിച്ചത് സൗദി അടക്കമുള്ള രാജ്യങ്ങളെയാണ്. ഊർജ വിതരണത്തിൽ ഇറാന് മേൽക്കൈ ലഭിക്കുന്നതിനൊപ്പം തങ്ങൾ ഒരിക്കലും തുടങ്ങിവെക്കാത്ത യുദ്ധത്തിന്റെ പേരിൽ ഗൾഫ് അറബ് രാജ്യങ്ങളിൽ എണ്ണ വാതക ഉൽപാദക രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയും നേരിടേണ്ടി വരും. ഇറാനിലെ മതഭരണാധികാരികളെ തകർക്കുന്നതിനു പകരം ആഴ്ചകൾ നീണ്ട US-ഇസ്രയേൽ ആക്രമണങ്ങളെ അതിജീവിച്ചതിലൂടെ ഇറാൻ കൂടുതൽ കരുത്തരാകും. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വെടിയുതിർത്തും ഹോർമുസ് കടലെടുക്ക് ഫലപ്രദമായി അടച്ചുപൂട്ടിയതിലൂടെ ആഗോള ഊർജ വിപണിയെ വിറപ്പിച്ചും ഇറാൻ തങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മുന്നോടിയായി റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ ഇറാനുമായുള്ള യുദ്ധം അമേരിക്ക വളരെ വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ഒരു കരാറില്ലാതെ തന്നെ യുദ്ധം പിൻവലിക്കാൻ താൻ തയ്യാറാണെന്ന് ചൊവ്വാഴ്ച അദ്ദേഹം സൂചന നൽകുകയും ചെയ്തു. തുടർന്ന് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് വ്യക്തമായ ഉറപ്പുകളില്ലാതെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ അപകടമുണ്ടാക്കും. ഇറാന്റെ നേട്ടത്തോടെ അവസാനിക്കുന്ന ഒരു യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ആഗിരണം ചെയ്യാൻ ഈ മേഖല നിർബന്ധിതമാകും. യഥാർത്ഥമായ ഒരു ഫലമില്ലാതെ യുദ്ധം നിർത്തലാക്കുന്നു എന്നതാണ് പ്രശ്നമെന്നാണ് ദുബായിലെ ബിഹത്ത് റിസർച്ച് സെന്റർ ഡയറക്ടർ മുഹമ്മദ് ബഹ്റൂൺ പറഞ്ഞത്. ട്രംപ് യുദ്ധം നിർത്തിയേക്കാം, പക്ഷെ അതിനർത്ഥം ഇറാൻ അത് നിർത്തുമെന്നല്ല. ഗൾഫ് താവളങ്ങളിൽ US സൈന്യം നിലകൊള്ളുന്നിടത്തോളം കാലം ഇറാൻ ഈ മേഖലയെ ഭീഷണിപ്പെടുത്തുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ അസമത്വമാണ് ഗൾഫിന്റെ ആശങ്കയുടെ കാതൽ. കപ്പൽ പാതകളെയും ഊർജ പ്രവാഹത്തെയും പ്രാദേശിക സ്ഥിരതയെയും ഭീഷണിപ്പെടുത്താൻ ശേഷിയുള്ള രീതിയിൽ യുദ്ധത്തിൽ പരാജയപ്പെടാതെയും കൂടുതൽ സ്വാധീന ശക്തിയോടെയും ഇറാൻ ഉയർന്നു വന്നേക്കാം. അതേസമയം പരിഹരിക്കപ്പെടാത്ത ഈ സംഘട്ടനത്തിന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ ആഘാതങ്ങൾ ചുമക്കേണ്ടി വരുന്നത് ഗൾഫ് രാജ്യങ്ങളായിരിക്കും. മേഖലയിലെ കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യത്തിന് ഏൽക്കുന്ന ആഘാതം ഗൾഫിന് വലിയ ആശങ്കയുണ്ടാക്കുമെന്ന് ബഹ്റൂൺ പറയുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ സ്വന്തം നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ഇറാൻ പ്രാദേശിക ജലാതിർത്തി കാർഡ് ഉപയോഗിച്ച് കളിക്കാൻ തുടങ്ങിയേക്കാമെന്നും അദ്ദേഹം പറയുകയാണ്. ഇത് ഹോർമുസിനപ്പുറത്തേക്ക് പോകുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സമ്മർദ്ദ കേന്ദ്രത്തിൽ ഇറാൻ കൈവച്ചിരിക്കുകയാണ്. ഊർജ പ്രവാഹത്തെ തടസ്സപ്പെടുത്താനുള്ള ഇറാന്റെ കഴിവ് ഒരു വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഭാവിയിൽ ഇറാനെതിരെ ആക്രമണം ആലോചിക്കുന്നവർ 2 തവണ ചിന്തിക്കണമെന്നതാണ് ആ സന്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാതിരിക്കാൻ ശ്രമിച്ചത് എന്ന് ഈ യുക്തി വിശദീകരിക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ തുടങ്ങിയ ഒരു യുദ്ധം പതിറ്റാണ്ടുകളോളം മിഡിൽ ഈസ്റ്റിനെ മാറ്റിമറിക്കുന്ന സുന്നി ഷീ സംഘടനമായി മാറുന്നത് തടയുക എന്നതായിരുന്നു തങ്ങളുടെ പ്രധാന ആശങ്കയെന്ന് മേഖലയിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇറാന്റെ നേതൃത്വത്തിന് നേരെയുള്ള അഭൂതപൂർവമായ ആക്രമണങ്ങളോട് അവർ എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ കുറിച്ച് അമേരിക്കയും ഇസ്രയേലും നടത്തിയ തെറ്റായ വിലയിരുത്തലുകൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. സംഘടനത്തിന്റെ തുടക്കത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചത് നിർണായക നീക്കമായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. അദ്ദേഹത്തിന് പകരം മകൻ മുജ്തബ ഖമേനി അധികാരമേറ്റു. ഭരണകൂടത്തെ തകർക്കാനായി നടത്തിയ ഈ നീക്കം പ്രതിരോധവും പ്രതികാരവും ആവശ്യമായ ഒരു പ്രകോപനമായിട്ടാണ് ഇറാന്റെ ഭരണാധികാരികൾ കണ്ടത്. അലി ഖമേനിയുടെ കൊലപാതകം ഇറാന്റെ മത നേതൃത്വത്തിന് കൂടുതൽ നിയമസാധുത നൽകാനാണ് സഹായിച്ചതെന്ന് നിരീക്ഷകർ പറയുന്നു. കീഴടങ്ങൽ അചിന്തനീയവും അതിജീവനം പവിത്രവുമാണെന്ന ഒരു ആഖ്യാനത്തിലേക്ക് പുരോഹിത നേതൃത്വത്തെയും റവല്യൂഷണറി ഗാർഡ്സിനെയും ഇത് ഒന്നിപ്പിച്ചു. ഉന്നത നേതാക്കളെ നീക്കം ചെയ്യുന്നത് ഭരണ സംവിധാനത്തെ തകർക്കുമെന്ന അനുമാനം ഇറാന്റെ സമാന്തര അധികാര ഘടനയെയും അവരുടെ അതിജീവന ചരിത്രത്തെയും അവഗണിക്കുന്ന ഒന്നായിരുന്നു. ഇതിന്റെ ഫലം കീഴടങ്ങലല്ല, മറിച്ച് തീവ്രവാദമാണ്. കൂടുതൽ പ്രകോപിതവും ധിക്കാരപരവുമായ ഒരു ഇറാനും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു മേഖലയുമാണ് ഇതിലൂടെ ഉണ്ടായതെന്ന് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. ഖമേനി ഒരു ആയത്തുള്ള ആയിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണിത്, പ്രത്യേകിച്ചും ഒരു വിദേശ ശക്തി ആയത്തുള്ളിയെ കൊല്ലുന്നത്. പക്ഷെ ഇത് ട്രംപാണ്, ബ്രേക്കുകളില്ലാത്ത മനുഷ്യൻ. ഷിയ മത നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ മര്യാദകളും പ്രോട്ടോകോളുകളും ലംഘിച്ചുവെന്നാണ് മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇറാൻ വിദഗ്ധനായ അലക്സ് വദംഗ പറഞ്ഞത്. സുരക്ഷാ ഗ്യാരണ്ടികളില്ലാതെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കും. ഭാവിയിൽ ഉണ്ടാകുന്ന ഇറാന്റെ പ്രതികാരം ഈ മേഖലയിൽ മാത്രം ഒതുങ്ങണമെന്നില്ല. പതിറ്റാണ്ടുകളെ വികസിപ്പിച്ചെടുത്ത ആഗോള ശൃംഖലകൾ ഉപയോഗിച്ച് ഇസ്രയേൽ US താൽപര്യങ്ങളെ ലോകത്തിന്റെ ഏതു ഭാഗത്തും ആക്രമിക്കാൻ ടെഹ്റാന് ശേഷിയുണ്ട്. അവർ ഇതുവരെ തുടങ്ങിയിട്ടില്ല. പക്ഷെ അമേരിക്കയും ഇസ്രയേലിനെയും ശിക്ഷിക്കാനുള്ള വലിയ ശേഷി അവർക്കുണ്ടതാണ്. ഏത് US പിന്മാറ്റത്തിന് മുകളിലും ഈ ഭീഷണി നിലനിൽക്കുകയാണ്.
അമേരിക്ക പിന്മാറിയാൽ അത് തങ്ങളുടെ പരാജയമായിട്ടല്ല ടെഹ്റാൻ കാണുക. മതഭരണ സംവിധാനം അതിജീവിക്കുകയും അധികാര സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ ഇറാൻ മുൻപത്തേക്കാൾ അപകടകാരിയായി ഈ മേഖലയിൽ കാണപ്പെടുമെന്ന് നിരീക്ഷകർ വിലയിരുത്തുകയാണ്.